ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട എല്ലാ പോയിന്റും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നമുക്ക് രസകരമായിട്ടുള്ള കഥയിലൂടെയും കോഡിലൂടെയും സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഈ ഭാഗത്തു നിന്നും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മിസ്സാകത്തില്ല. നമുക്ക് മാർക്ക് ലോക്ക് ചെയ്യാം. പുരാതന ഒളിമ്പിക്സ് നമുക്ക് പഠിക്കണം, ആധുനിക ഒളിമ്പിക്സ് നമ്മൾ പഠിക്കണം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആര് എന്ന് ചോദിക്കും. അത് പയറ് പോലെയുള്ള ഒരു കുപ്രസിദ്ധനാണ്, അതാണ് പിയറി ഡി കുബർട്ടിൻ. ഒന്നാം ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ആര് എന്ന് ചോദിക്കും. അത് കുന്നോളം മെഡൽ നേടിയ ജെയിംസ് കോണലി എന്ന് നമുക്ക് ഓർക്കാം. എങ്കിൽ ഒന്നാം ഒളിമ്പിക്സിന്റെ ഗോൾഡൻ സ്റ്റാർ ആര് എന്ന് ചോദിക്കും. അത് ഗോൾഡൻ ഷൂ ഇട്ടോടിയ കാൾ ഷൂമാനെ വിളിക്കുക എന്നാണ്. അദ്ദേഹം ഗോൾഡൻ ഷൂ ഇട്ടാണ് ഓടിയെന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ ഒളിമ്പിക്സിന്റെ ഗാനം ചിട്ടപ്പെടുത്തിയതാര് എന്ന് ചോദിക്കും. അത് സ്പൈറോസ് സമരാമസ് എന്ന് ഓർത്തോളണം. ധാരാളം സമരഗീതങ്ങൾ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ ഒരു സ്പൈ ആണ്, അതാണ് സ്പൈറോസ് സമരാമസ്. എങ്കിൽ അതിന്റെ ലിറിക്സ് എഴുതിയതാര് എന്ന് ചോദിക്കും. അതാണ് കോസ്റ്റസ് പലാമസ്. വളരെ കോസ്റ്റ് ഉള്ള പല മാസ് ഗാനങ്ങൾക്കും ലിറിക്സ് എഴുതിയ വ്യക്തിയാണ് നമുക്ക് ഓർക്കാം. അങ്ങനെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കൺഫ്യൂഷൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയുടെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നോട്ട് അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. എങ്കിൽ നമുക്ക് പുരാതന ഒളിമ്പിക്സിൽ നിന്ന് ആരംഭിക്കാം. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെ, ഏത് വർഷം എന്ന് ചോദിക്കും. അത് BC 776 ഗ്രീസിലെ ഒളിമ്പിയയിൽ ആണ് ആരംഭിച്ചത്. ഒളിമ്പിയ ഒളിമ്പിക്സ്, അങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് ഓർത്തോളൂ. വർഷം ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. ആദ്യം 2 7ഉം പിന്നെ ഏറ്റവും ലാസ്റ്റ് 7ൽ നിന്നുള്ള ഒരു നമ്പർ കുറവായിട്ടുള്ള 6ഉമാണ്. അപ്പൊ 7 7 6. ഇവിടെ 7 ആയിരുന്നുണ്ടെങ്കിൽ ഓർക്കാൻ ഇനിയും എളുപ്പമുണ്ടായിരുന്നല്ലേ, 777. പക്ഷെ അവസാനം 7ൽ നിന്നുള്ള ഒറ്റ നമ്പർ കുറവായിട്ടുള്ള 6. BC 776 ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് നടന്നത്. അവിടെയാണ് ഈ കായിക മാമാങ്കത്തിനൊക്കെ മെഷീനൊക്കെ റിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള ഗ്രീസൊക്കെ നിറച്ച് കിട്ടുന്നതെന്ന് ഓർത്തോളൂ. അങ്ങനെയും കണക്ട് ചെയ്യാമല്ലോ, ഗ്രീസിലെ ഒളിമ്പിയ ഒളിമ്പിക്സ്. എങ്കിൽ ഇത് ഗ്രീക്ക് ദേവനായിട്ടുള്ള സിയൂസിനെ പ്രീതിപ്പെടുത്താനായിട്ട് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും പഴയ കായിക മാമാങ്കം ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഈ പഴയ കായിക മാമാങ്കത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ വിന്നർ ആര് എന്ന് ചോദിച്ചാൽ അതാണ് കൊറോബസ്. കുറെ മെഡൽ മേടിച്ചിട്ട് അദ്ദേഹം ബസ്സിൽ വീട്ടിൽ പോയി എന്നോർത്താൽ മതി. അതാണ് കൊറോബസ്. അദ്ദേഹം കുറെ മെഡൽ നേടി. അപ്പോ ആദ്യത്തെ മെഡൽ വിന്നർ ആര് എന്ന് ചോദിക്കും. അതാണ് കൊറോബസ്. എങ്കിൽ ഈ കായിക മാമാങ്കം ഒരു നാൾ മാത്രമാണ് നീണ്ടു നിന്നിരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 16 മുതൽ 18 ദിവസം വരെ നീണ്ടു നിൽക്കും. 4 വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, ആധുനിക ഒളിമ്പിക്സ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ്, ഇതെല്ലാം 4 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നതെന്നും ഓർത്തോളൂ. അപ്പൊ 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആധുനിക ഒളിമ്പിക്സിന്റെ കാലാവധി 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16 മുതൽ 18 ദിവസം വരെ. എങ്കിൽ പുരാതന ഒളിമ്പിക്സ് ഒരു ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. ആദ്യത്തെ മെഡൽ നേടിയത് കുറെ മെഡൽ നേടിയിട്ട് ബസ്സിൽ പോയ കൊറോബസ് എന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഇത് അവസാനിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് റോമൻ എംപറർ ആയിട്ടുള്ള തിയോഡോഷ്യസ് ഒന്നാമൻ. അദ്ദേഹത്തിന് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം വന്ന് തീയിട്ടങ്ങ് നിർത്തി. ഇനി ഇവിടെ ഒരുത്തനും കളിക്കണ്ട എന്ന് ഓർത്തോളൂ. അതും ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. AD 393 അദ്ദേഹം നിർത്തലാക്കിയെന്നും ഓർത്തോളൂ. ഓക്കെ, അങ്ങും ഇങ്ങും 3 നടുക്കൊരു 9 അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9, പിന്നെ ലാസ്റ്റ് വീണ്ടും ഒരു 3. അപ്പൊ AD 393 തീയിട്ടാണ് തിയോഡോഷ്യസ് ഒന്നാമൻ നിർത്തിയെന്നും ഓർത്തോളൂ. എങ്കിൽ ഒളിമ്പിക്സിലെ ആദ്യത്തെ ഐറ്റം ഏത് എന്ന് ചോദിച്ചാൽ അത് 192 മീറ്റർ ഉള്ള ഫൂട്ട് റേസ് ആണ്. അതിനെ സ്റ്റേഡിയൻ എന്നാണ് വിളിച്ചിരുന്നത്. സ്റ്റേഡിയത്തിൽ ആൾക്കാർ വന്ന് സ്റ്റേഡിയൻ കാണാനായിട്ട് നിൽക്കും. 192 മീറ്റർ ഉള്ള ഫൂട്ട് റേസ് ആണ് എന്നും ഓർത്തോളൂ. അപ്പൊ ഇത്രയുമാണ് പുരാതന ഒളിമ്പിക്സിനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം നടന്ന വർഷം 7 7 ലാസ്റ്റ് 6. അപ്പൊ BC 776 എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിയ ഗ്രീസ്. അങ്ങനെ കണക്ട് ചെയ്യാം. ആദ്യത്തെ മെഡൽ മേടിച്ച് കൂട്ടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോബസ്. കുറെ മെഡൽ മേടിച്ചിട്ട് ബസ്സിൽ പോയ വ്യക്തി
എങ്കിൽ അത് നിർത്തലാക്കിയത് തിയോഡോഷ്യസ്. തീയിട്ട് നിർത്തലാക്കി. അങ്ങ് 3 നടുക്ക് 9 എന്നാണ് പറഞ്ഞത്. യെസ്, AD 393 നിർത്തലാക്കിയത്. ഒരു ദിവസം മാത്രമാണ് നടന്നിരുന്നത്. പുരുഷന്മാര് മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്നും ഓർത്തോളൂ. എങ്കിൽ ആദ്യത്തെ ഐറ്റമാണ് സ്റ്റേഡിയം 192 മീറ്റർ ഉള്ള ഫൂട്ട് റേസ് ആണ് എന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ നമുക്കിനി ആധുനിക ഒളിമ്പിക്സിലേക്ക് കടക്കാം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം നമുക്ക് നോക്കാം. 1896 ഏപ്രിൽ 6 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഇങ്ങനെ ഓർത്താൽ മതി. 1800കളിലെ 96 ആരംഭിച്ചത്. പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയത് നമ്മൾ പറഞ്ഞായിരുന്നു AD 393. അങ്ങനെ നിർത്തലാക്കി ഒരുപാട് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അത്ലറ്റ്സിനൊക്കെ നൊസ്റ്റാൾജിയ അടിച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. 96 എന്ന് പറയുന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. തമിഴിലെ 96 സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിജയ് സേതുപതിയും തൃഷയും അഭിനയിച്ച സിനിമയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച് ഉള്ളിൽ പ്രേമമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പല കാരണം കൊണ്ട് പറയാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നീട് അവർ പിരിഞ്ഞു. തൃഷയുടെ കല്യാണം കഴിഞ്ഞു. വിജയ് സേതുപതി തൃഷയും മനസ്സിലാലോചിച്ചുകൊണ്ട് കല്യാണം കഴിക്കാതെ ജീവിച്ചു. അവരുടെ റീയൂണിയന്റെ കഥ പറയുന്നതാണ് 96 എന്ന സിനിമ. അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ അത്ലറ്റുകളുടെ റീയൂണിയൻ, ആധുനിക ഒളിമ്പിക്സ് നടന്നതും 1800ലെ 96 ആ സിനിമ വെച്ച് ഓർത്താൽ മതി. അത് 1896 ഏപ്രിൽ 6 ആരംഭിച്ച് ഏപ്രിൽ 15 വരെ നീണ്ടു നിന്നു. സ്കൂൾ വെക്കേഷൻ ഒക്കെ വരുന്നത് ഏപ്രിൽ കാലഘട്ടത്തിലല്ലേ, അപ്പൊ അത് വെച്ചും കണക്ട് ചെയ്തോളൂ. ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ. ഇത്തവണ ഗ്രീസിലെ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. പുരാതന ഒളിമ്പിക്സ് എന്നാൽ ഗ്രീസിലെ ഒളിമ്പിയ, ആധുനിക ഒളിമ്പിക്സ് ഗ്രീസിലെ ഏതൻസ്. ഏതൊരു വ്യക്തിക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് വേണമെന്നുണ്ടെങ്കിലും ഓർത്തോളൂ. എങ്കിൽ ഇത് ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ബാരൺ പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആര് എന്ന് ചോദിക്കും. പയറ് പോലെയുള്ള കുപ്രസിദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. സ്പോർട്സ് പ്ലേയേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ, പയറ് പോലെ ഇരിക്കും അല്ലെ. അപ്പൊ പയറ് പോലെയുള്ള കുപ്രസിദ്ധൻ, അതാണ് ബാരൺ പിയറി ഡി കുബർട്ടിൻ. അല്ലെങ്കിൽ ഇങ്ങനെയും ഓർത്തോളൂ, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി കുബർട്ടിൻ എന്നും ഓർത്തോളൂ. എങ്കിൽ 1896 ഒന്നാമത്തെ ഒളിമ്പിക്സിൽ ഒന്നാം സമ്മാനം അഥവാ അമരത്തെത്തിയതാര് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് എന്നും പഠിച്ചോളൂ. അമേരിക്ക അമരത്തെത്തുന്നത് 2-1 ഗോൾഡ് ഉൾപ്പെടെ 20 മെഡൽ നേടിയിട്ടാണ് എന്നും കണക്ട് ചെയ്തോളൂ. 2-1 ഒന്നാമതെത്തിയ അമേരിക്ക, 2-1 ഗോൾഡ് ഉൾപ്പെടെ 20 മെഡൽ നേടി അമരത്തെത്തിയത് അമേരിക്ക. എങ്കിൽ ആദ്യത്തെ വിജയി ആര് എന്ന് ചോദിക്കും. അതാണ് ജെയിംസ് കോണലി. അദ്ദേഹവും USA കാരനായിരുന്നു. കുന്നോളം മെഡൽ നേടി എന്ന് ഓർത്താൽ മതി. അതാണ് ജെയിംസ് കോണലി. എങ്കിൽ ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ എന്ന് ആരാണെന്ന് ചോദിക്കും. ഒന്നാമത്തെ ഒളിമ്പിക്സിലെ അതാണ് കാൾ ഷൂമാൻ. ഗോൾഡൻ ഷൂ ഇട്ട് ഓടിയ മാനെ കോള് ചെയ്യ്, അദ്ദേഹമാണ് ഗോൾഡൻ സ്റ്റാർ എന്ന് കണക്ട് ചെയ്തോളൂ. അതാണ് കാൾ ഷൂമാൻ. എങ്കിൽ വേൾഡ് ഒളിമ്പിക്സ് ഡേ എന്ന് ചോദിക്കും. അത് ജൂൺ 2, 3. ഈ ഡേറ്റ് നിശ്ചയിച്ചത് ഒരു ജോൺ ആണ് എന്ന് ഓർത്തോളൂ. ജോണിന്റെ അടുത്ത് ചോദിക്കും ഒളിമ്പിക്സിന്റെ ദിനം നമുക്ക് എന്ന് വെക്കാം. അപ്പോ ജോൺ പറയും 2, 3 ഡേറ്റുകൾ ഓക്കെയാണ്. അതാണ് ജൂൺ 2, 3. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഇനി നോക്കേണ്ടത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞായിരുന്നു 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. 800കളിലെ 96 ആ സിനിമ വെച്ച് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അതിനും 2 വർഷം മുന്നെയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഈ ഉത്സവങ്ങൾ എന്തെങ്കിലും വലിയ വലിയ പരിപാടികളൊക്കെ വരുന്നതിന് കുറച്ചു കാലം മുന്നേ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റി ഫോം ചെയ്യുമല്ലേ. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രസിഡന്റ് കാണും, സെക്രട്ടറി കാണും, ട്രഷറർ കാണും, ഭാരവാഹികൾ കാണും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും പിന്നെ ആ ഉത്സവം കൊഴിപ്പിക്കാനുള്ള മറ്റു പരിപാടികൾ, പിരിവ്, അതെല്ലാം നോക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് 2 വർഷം മുന്നേ തന്നെ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു. അത് 1894 ജൂൺ 23 പാരീസിൽ വെച്ചാണ് എന്നും ഓർത്തോളൂ. ഇതാണ് ജൂൺ 23. ജോൺ 2, 3 ഡേറ്റിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ലേ. IOC രൂപീകരിച്ച ദിവസം തന്നെയാണ് ഒളിമ്പിക്സ് ദിനമായിട്ടും ആചരിക്കുന്നത് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇതിന്റെ സ്ഥാപകൻ പിയറി ഡി കുബർട്ടിൻ തന്നെയാണ്. ഒളിമ്പിക്സിന്റെ പിതാവായിട്ടുള്ള പയറ് പോലെയുള്ള കുപ്രസിദ്ധൻ പിയറി ഡി കുബർട്ടിൻ ആണ് ഇതിന്റെ സ്ഥാപകൻ. എങ്കിൽ IOCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിക്കും. അതിങ്ങനെ കണക്ട് ചെയ്തോളൂ. ഒളിമ്പിക്സ് വീക്ക്നെസ് ആയിട്ടുള്ളൊരു ത്രിമൂർത്തിയാണ്. അതാണ് ഡിമത്രിയസ് വിക്കേലസ്. IOC സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് ഒളിമ്പിക്സിന്റെ പിതാവായിട്ടുള്ള
പിയറി ഡി കുബർട്ടൻ തന്നെ സ്ഥാപിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് അവിടെ കൊണ്ടിരുത്തിയത് ഒളിമ്പിക്സ് വീക്ക്നെസ് ആയിട്ടൊരു ത്രിമൂർത്തിയെയാണ്. അതാണ് ഡെമത്രിയസ് വിക്കേലസ് എന്നും ഓർത്തോളൂ. എങ്കിൽ IOCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് ഒളിമ്പിക്സിന്റെ പിതാവായിട്ടുള്ള പിയറി ഡി കുബർട്ടൻ തന്നെയാണ് എന്നും ഓർത്തോളൂ. അപ്പൊ രണ്ടാമതാണ് പിതാവ് പ്രസിഡന്റ് ആയിട്ട് എത്തുന്നതെന്നും കണക്ട് ചെയ്യാമല്ലോ. രണ്ടാം പിതാവ് പ്രസിഡന്റ്, അങ്ങനെയും ഓർത്തോളൂ. എങ്കിൽ IOCയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിക്കും. അത് സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിലാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഒളിമ്പിക്സില് ലോസ് ആയവരെ ഒളിമ്പിക് കമ്മിറ്റി കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വീറ്റ് ആയിട്ടുള്ള സാറിന്റെ കീഴിൽ ട്രെയിനിങ് നൽകും എന്നും ഓർത്തോളൂ. അതാണ് സ്വിറ്റ്സർലാൻഡ് ലോസൈന് ഒളിമ്പിക് കമ്മിറ്റിയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് IOCയുടെ ആസ്ഥാനം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ലോസ് ആയവരെ സാറിന്റെ കീഴിൽ കൂട്ടിക്കൊണ്ടുപോകും. ലോസൈന് സ്വിറ്റ്സർലാൻഡ്. അപ്പൊ IOCയുടെ ലക്ഷ്യം എന്തായിരുന്നു? പുരാതന ഒളിമ്പിക്സിനെ പുനരുജ്ജീവിപ്പിക്കുക, റീയൂണിയൻ, നൊസ്റ്റാൾജിയ. അതാണ് 1896 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചു. എങ്കിൽ ഒളിമ്പിക്സിന്റെ ആന്തം, ഒളിമ്പിക്സിന്റെ ഗാനത്തിന് സംഗീതം നൽകിയത് ആര് എന്ന് ചോദിക്കും. അതാണ് സ്പൈറോസ് സമാരസ് എന്ന് ഓർത്തോളൂ. അദ്ദേഹം ധാരാളം സമര ഗീതങ്ങൾക്ക് സംഗീതം നൽകിയ ഒരു സ്പൈ ആണ്. അദ്ദേഹത്തെ റോസ് കൊടുത്തിട്ട് ഇതിന് ഗീതം നൽകാൻ പറഞ്ഞു, മ്യൂസിക് നൽകാൻ പറഞ്ഞു എന്നോർത്തോളൂ. അതാണ് സ്പൈറോസ് സമാരസ് എന്ന് ഓർക്കാം. എങ്കിൽ അതിനെ ലിറിക്സ് എഴുതിയത്, വരികൾ എഴുതിയത് ആര് എന്ന് ചോദിക്കും. അതാണ് കോസ്റ്റസ് പലാമാസ് എന്ന് ഓർത്തോളൂ. അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ഭയങ്കര കോസ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ കോസ്റ്റ് കൂടിയൊരു ലിറിക്സിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. പല പല മാസ് ഗാനങ്ങൾക്കും ലിറിക്സ് എഴുതിയ വ്യക്തിയാണ് എന്ന് ഓർത്തോളൂ. അതാണ് കോസ്റ്റസ് പലാമാസ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് 1896 ഒന്നാമത്തെ ഒളിമ്പിക്സിന് തന്നെയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇതിന്റെ ആപ്തവാക്യം തയ്യാറാക്കിയത്, ആപ്തവാക്യം എന്നാൽ മുദ്രാവാക്യം അല്ലേ, അത് ഫാദർ ഹെൻറി ഡി ഡോൺ ആണ് എന്നും ഓർത്തോളൂ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഫാദർ ഡോൺ ആവുന്നത്. അപ്പൊ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്? മുദ്ര കാണിച്ചിട്ട് വാക്യം പറയും, ചെയ്യരുത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ മുദ്രാവാക്യം ഫാദർ ഡോൺ ആവുമ്പോൾ എന്നും ഓർത്തോളൂ. അതാണ് ഫാദർ ഹെൻറി ഡി ഡോണ്. അത് ലാറ്റിൻ ലാംഗ്വേജിലാണ്. ലാറ്റിൻ കത്തോലിക്ക ചർച്ചിലേക്ക് ഫാദറിനെ ഓർത്താൽ മതി, കോർഡിനേറ്റാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയും കണക്ട് ചെയ്യാം. എങ്കിൽ ആ മുദ്രാവാക്യം എന്ത് എന്ന് നോക്കുന്നതിന് മുന്നേ ആ മുദ്രാവാക്യം വന്ന വർഷത്തിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ നടക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. 1924 ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് ഓർത്തോളൂ. അപ്പോ വിന്റർ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന അതേ വർഷം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം വിന്ററിൽ എന്ന് ഓർത്തോളൂ. വിന്ററിൽ വൈക്കം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് എപ്പോഴാണ്? 1924. അപ്പോ അതേ വർഷം തന്നെയാണ് വിന്റർ ഒളിമ്പിക്സും നടക്കുന്നത്. വൈക്കം വിന്റർ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഒളിമ്പിക്സിനോടൊപ്പം മറ്റൊരു ഒളിമ്പിക്സും കൂടെ വരികയാണല്ലേ. 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷത്തിൽ വിന്ററും കൂടെ ചേർന്ന് വരികയാണ്. മറ്റേത് സമ്മർ ഒളിമ്പിക്സ്, ഞാൻ പറഞ്ഞു വേനൽക്കാലത്താണ് വരുന്നതെന്ന്. അപ്പൊ അതിനോടൊപ്പം വിന്റർ ഒളിമ്പിക്സും കൂടെ വന്നപ്പോഴത്തേക്കും മറ്റു ഒളിമ്പിക്സിലുള്ളവർക്ക് അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെയാണ് അതിലുള്ള ഡോൺ ആയിട്ടുള്ള ഫാദർ പറഞ്ഞത്, ഇനി ഏതൊക്കെ ഒളിമ്പിക്സ് വന്നിരുന്നാലും നമ്മള് കൂടുതൽ വേഗത്തില്, ഉയരത്തില്, ശക്തിയായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ വിന്റർ ഒളിമ്പിക്സ് വന്ന ആ വർഷം മറ്റേ ഒളിമ്പിക്സിലുള്ള ഡോൺ ആയിട്ടുള്ള ഫാദറിന് അത്ര പിടിച്ചിട്ടില്ല എന്നും ഓർത്തോളൂ. അപ്പൊ ഇതാണ് ആപ്തവാക്യം. വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയായി. ഇത് ഭാവിയിൽ ഒന്നിച്ച് എന്ന വേർഡ് കൂടെ ഇതിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് ലാറ്റിൻ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ എന്ന രീതിയിലാണ് വരുന്നത്. അതിൽ കമ്മ്യൂണിറ്റർ എന്ന് പറയുന്ന വേർഡാണ് ഒന്നിച്ച് എന്ന അർത്ഥം വരുന്നത്. അത് ഭാവിയിൽ ആഡ് ചെയ്തത് എന്നും ഓർത്തോളൂ. ഇത് ഹൈ ജമ്പ് വെച്ച് ആലോചിച്ചാൽ മതി. ഈ കോഡ്, ഈ ആപ്തവാക്യം ഓർക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ജമ്പിൽ എന്തായിരിക്കും? ആദ്യം വളരെ വേഗത്തിൽ വരുമല്ലേ, എന്നിട്ട് ശക്തിയായിട്ട് കുതിച്ചുയരും അല്ലേ. അങ്ങനെ ഓർത്താൽ മതി. വളരെ വേഗത്തിൽ വരും, ശക്തിയായിട്ട് കുതിച്ചുയരും, ജയിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് കൂടും അപ്രിഷിയേറ്റ് ചെയ്യാൻ. അങ്ങനെ ഓർത്താൽ മതി. വേഗത്തില്, ശക്തിയായി എന്ന് പറഞ്ഞാൽ മൂന്നാമതാണ് വരുന്നത്. പിന്നെ ഉയരത്തിൽ ഹൈ ജമ്പ് വെച്ചിട്ട് ഓർത്താൽ മതി. ജയിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടും അപ്രിഷിയേറ്റ് ചെയ്യാനും എന്നും ഓർത്തോളൂ. വിന്റർ ഒളിമ്പിക്സ് ആരംഭിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസിൽ കളിക്കുന്ന എന്താണ് ഐസ് ഹോക്കി, പിന്നെ സ്കൈയിങ്, അതൊന്നും വന്നിട്ട് സമ്മർ ഒളിമ്പിക്സിൽ നടത്താനായിട്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഐസിലുള്ള ഗെയിമും കൂടെ ഉൾപ്പെടുത്താനാണ് വിന്റർ ഒളിമ്പിക്സ് ആരംഭിച്ചത് എന്നും ഓർത്തോളൂ. എങ്കിൽ വൈക്കം ഹീറോ ആര് എന്നുള്ളത്
നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എങ്കിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞയും പിന്നെ ഒളിമ്പിക്സിൽ പതാക ഉയർത്തിയത് ഏത് വർഷം എന്ന് ചോദിക്കും. അത് 1920-ലാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അടുത്ത് നടക്കുന്ന ഒളിമ്പിക്സ് 1920-ലാണ്. ഒളിമ്പിക്സ് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ 4 വർഷം എന്നാൽ 4ന്റെ ഗുണനം ഉള്ള വർഷവും ആയിരിക്കും. അവസാനത്തെ 2 നമ്പർ എടുത്ത് നോക്കിയിട്ട് അത് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വർഷം ഒളിമ്പിക്സ് നടക്കുന്നു എന്ന് കണക്ക് ചെയ്താൽ മതി. 20 നടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 4ന്റെ വരുന്നത് 24, പിന്നെ 28, 32, 36, അങ്ങനെ 4ന്റെ ഗുണനമുള്ള വർഷങ്ങളിലായിരിക്കും ഒളിമ്പിക്സ് നടക്കുന്നത്. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ നടന്നുകൊണ്ട് അപ്പോഴുള്ള അതിനിടയ്ക്കുള്ള 1916 ഒളിമ്പിക്സ് നടത്താനായിട്ട് പറ്റിയിട്ടില്ല. ഇതാർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് എപ്പോഴായിരിക്കും? 1920. അപ്പൊ ആ ഒളിമ്പിക്സില് എല്ലാരും വെറുപ്പോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പതാക ഉയർത്തി എന്ന് ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഓർത്താൽ മതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 വൈശാഖി ദിനത്തിലാണ്. അപ്പൊ ആ കൂട്ടക്കൊല നടന്നത് ആർക്കും പിടിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വർഷമാണ് ഒളിമ്പിക്സ് വന്നത്. അപ്പോഴ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പതാക കരിങ്കൊടി കാട്ടുന്നത് പോലെ ഒളിമ്പിക്സിന്റെ പതാക ഉയർത്തി എന്നും ഓർത്തോളൂ. അപ്പോ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ വിക്ടർ ബോയിൽ ആണ്. ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായിട്ട് നിൽക്കുന്ന വിക്ടർ എന്നാൽ വിജയിച്ച ഒരു മനുഷ്യനാണ് നേരെ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി ഇങ്ങനെയുള്ള വെറുപ്പ് പരത്തുന്ന കാര്യങ്ങൾ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത് സത്യം 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 അങ്ങനെ ഓർത്തോളൂ. എന്നിട്ട് കരിങ്കൊടിയല്ല ഒളിമ്പിക്സിന്റെ പതാകയും ഉയർത്തി. അത് 1920 വെറുപ്പോടുകൂടിയാണ് അവരത് ചെയ്തതെന്നാണ് പറഞ്ഞത്. യെസ്, ആൻഡ് വെർപ്പ് ഒളിമ്പിക്സ് ബെൽജിയത്തിൽ നടന്ന അവിടെ വെച്ചിട്ടാണ് പതാക സത്യപ്രതിജ്ഞ എന്നിവ വരുന്നത്. എങ്കിൽ ഈ പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിക്കും. അത് ഒളിമ്പിക്സിന്റെ പിതാവ് തന്നെയാണ് പതാകയും രൂപകൽപ്പന ചെയ്തതെന്ന് ഓർത്തോളൂ. അതാണ് പിയറി ഡി കുബർട്ടിൻ. ബാരൻ പിയറി ഡി കുബർട്ടിൻ എന്നല്ലേ പറയുന്നത്. ഭാരമുള്ള പതാക പിതാവ് തന്നെ രൂപകൽപ്പന ചെയ്തു. പുള്ളി ആക്ച്വലി രൂപകൽപ്പന ചെയ്തത് 1913-ലാണ്. പക്ഷെ 16 വന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ വർഷത്തെ ഒളിമ്പിക്സ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് 1920 അത് ഉയർത്തിയെന്നും ഓർത്തോളൂ. ഒളിമ്പിക്സിന്റെ പതാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ബാക്ക്ഗ്രൗണ്ടില് പരസ്പരം കോർത്ത് കിടക്കുന്ന 5 വലയങ്ങളാണ്. ഈ 5 വലയവും വൻകരകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ 5 വലയവും നിൽക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതിലുള്ള ഈ 5 വലയം ഇതൊക്കെയാണ്. മുകളില് ബ്ലൂ, ബ്ലാക്ക്, റെഡ്, താഴെയാണെന്നുണ്ടെങ്കിൽ യെല്ലോ, ഗ്രീന്. ഓക്കെ, മഞ്ഞയും പച്ചയും താഴെ, MP താഴെ, പിന്നെ മുകളില് ബ്ലൂ, ബ്ലാക്ക്, റെഡ്, അങ്ങനെ ഓർത്തോളൂ. അപ്പൊ ഈ ഓരോ കളറും ഏതൊക്കെ വൻകരകളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ബ്ലൂ യൂറോപ്പ് ആണ്. ബ്ലൂ യൂറോപ്പ് ഇങ്ങനെ ഓർത്താൽ മതി. നീല എന്നാൽ നീല കുറുക്കനാണ് യൂറോപ്പ്. യൂറോപ്യന്മാരല്ലേ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി ഇവിടെ ഉള്ള മുഴുവൻ അടിച്ചോണ്ട് പോയത്. നീലക്കുറുക്കനെ പോലെയാണോ അവന്മാര് വന്നത്, നല്ലവൻ ചമഞ്ഞ്. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ നീല യൂറോപ്പ്. ബ്ലാക്ക് ആഫ്രിക്ക എന്ന് ഓർത്തോളൂ. ബ്ലാക്ക് എന്നാൽ കറുപ്പാണ്, കറുത്ത നിറം. മെലാനിൻ കൂടുതലുള്ളത് വന്നിട്ട് ആഫ്രിക്കയാണ്. ഭൂമധ്യരേഖയുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള സഹോദരങ്ങൾക്ക് വന്നിട്ട് മെലാനിൻ വന്നിട്ട് ത്വക്കിൽ കൂടുതലായതുകൊണ്ട് ഇത്തി ഡാർക്ക് ഷെയ്ഡായിരിക്കും. പക്ഷെ അത് നല്ലതുമാണ്, ആരോഗ്യത്തിന്റെ ലക്ഷണവുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. സ്കിന്നില് മെലാനിൻ കൂടുതലുള്ള, ബ്ലാക്ക് കൂടുതലുള്ളത് കൊണ്ട് അത് വെച്ചിട്ട് ആഫ്രിക്കയെ ഓർത്തോളൂ. റെഡ് എന്നാൽ അമേരിക്കയാണ്. ഇപ്പോഴുള്ള ലോക പോലീസ് കളിക്കുന്ന ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള രാജ്യം ഏത്? അപ്പൊ റെഡ് സൈൻ ആണ് അമേരിക്ക. ഈ ഇടയ്ക്കും കൂടെ വെനസ്വേലയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനേക്ക് പോയിക്കൊണ്ടുപോയല്ലേ, അത് വെച്ചിട്ട് ഓർത്താൽ മതി. റെഡ് അമേരിക്ക എന്നും ഓർത്തോളൂ. എങ്കിൽ യെല്ലോ ഏഷ്യയാണ്. യെല്ലോ ഏഷ്യ. മഞ്ഞ ഏഷ്യ, മലേഷ്യ എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞേഷ്യ എന്ന് ഓർത്തോളൂ. മഞ്ഞ ഏഷ്യയാണ്. എങ്കിൽ ഗ്രീന് വന്നിട്ട് ഓസ്ട്രേലിയ ആണ്. ഗ്രീന് ഓസ്ട്രേലിയ, കൺകാരുക്കളുടെ നാട്. ഇതിന് എന്തെങ്കിലും കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ എന്റെ കോഡ് പറയാം. ഓസ്ട്രേലിയ മാത്രമല്ല, അതിനെ ചുറ്റിക്കിടക്കുന്ന പാപ്പുവ ന്യൂ ഗിനിയ, ന്യൂസിലൻഡ്, അങ്ങനെയുള്ള പ്രദേശം എല്ലാം കൂടെ ചേർത്തിട്ട് ഓഷ്യാനിയ എന്നുള്ള രീതിയിലാണ് ആ ഗ്രീന് വരുന്നത്. മെയിനായിട്ട് ഓസ്ട്രേലിയയാണ്. ഗ്രീന് ഓസ്ട്രേലിയ എന്നും ഓർത്തോളൂ. ഗ്രീൻ കങ്കാരു എന്ന് വേണമെങ്കിലും ഓർത്തോളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യൂ. അപ്പോ മനസ്സിലായല്ലോ, ഒളിമ്പിക്സിന്റെ ഫ്ലാഗ് ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും വൻകരയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ചുമപ്പിൽ അമേരിക്ക എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നിവ ചേർന്ന് വരുന്നുണ്ട് എന്നും ഓർത്തോളൂ.
എങ്കിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ദീപം തെളിയിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിക്കും, എവിടെയാണ് എന്ന് ചോദിക്കും. അത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, നമ്മുടെ ലാലാ ലജ്പത് റോയിയെ ബ്രിട്ടീഷുകാർ ലാത്തി ചാർജിൽ അല്ലെ, അവരുടെ ലാത്തി ചാർജ് കൊണ്ട് മരണപ്പെട്ടത് 1928 ബർദോളി സത്യാഗ്രഹം നടന്ന അതേ വർഷം. ബ്രിട്ടീഷുകാരുടെ അടിയും കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, ബ്രിട്ടീഷുകാരെ ഇത് നിങ്ങൾ എന്നെ അടിച്ചത് നിങ്ങളുടെ ശവക്കല്ലറയുടെ മുകളിൽ വെക്കുന്ന അവസാനത്തെ ആണിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം അല്ലെ. പാവം മരിച്ചുപോയി. അപ്പൊ ആ വർഷം അദ്ദേഹത്തിന്റെ ആദരവ് സൂചകത്തോടു കൂടിയാണ് ഈ ദീപം തെളിയിച്ചതെന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അങ്ങനെയല്ല, നമുക്കങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇതാണ് ആ ദീപം തെളിയിച്ചത് 1928. എങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ 28നോട് ഒരു 8 കൂട്ടിയാൽ 1936 1936 ദീപവും തെളിച്ചുകൊണ്ട് അത്ലറ്റ് ഓടും എന്ന് ഓർത്താൽ മതി. അപ്പൊ ആദ്യത്തെ ദീപശിഖ തെളിച്ചുകൊണ്ടുള്ള റാലി നടന്നിട്ടുള്ളത് 1936 അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്യാം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു 1939 മുതൽ പിന്നെ 45 വരെയാണ് നീണ്ടു നിന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ഒളിമ്പിക്സ് 1936. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ് അത്ലറ്റൊക്കെ വന്നിട്ട് ദീപവും തെളിയിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നും ഓർത്താൽ മതി. അപ്പോ ദീപം തെളിയിച്ചുകൊണ്ട് ആദ്യം ഓടിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് കാൾ ഡിയം ആണ്. അപ്പോ ദീപവും തെളിയിച്ചുകൊണ്ട് ഓടണം എന്നുണ്ടെങ്കിൽ തീയുമായിട്ട് വരുന്ന ഒരുത്തനെ കാൾ ചെയ്യണം. അതാണ് കാൾ ഡിയം, കാൾ തീയം എന്നും ഓർത്തോളൂ. കാൾ തീ മനുഷ്യനെ കാൾ ചെയ്യും, അതാണ് കാൾ ഡിയം. അങ്ങനെയും കണക്ട് ചെയ്യാലോ. എങ്കിൽ 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ജലത്തിന്റെ അടിയിലൂടെ എന്താണ് ദീപവും തെളിയിച്ചുകൊണ്ട് ഓടിയത്. 2000 ലോകം അവസാനിക്കും എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ അത്ലറ്റ്സ് എല്ലാവരും പേടിച്ചു പോയി. അപ്പോ 2000 സിഡ്നി ഒളിമ്പിക്സിൽ സഡൻ ആയിട്ട് എല്ലാവരും കൂടെ എന്താണ് ജലത്തിനടിയിൽ കൂടെ ദീപവും തെളിയിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നും ഓർത്തോളൂ. അതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ജലത്തിനടിയിലൂടെ ഓടിയത്. ഗ്രേറ്റ് ബാരിയറും തീർത്തുകൊണ്ടാണ് ഓടിയത്. നമുക്ക് രക്ഷപ്പെടണം, ലോകാവസാനത്തിന് മുമ്പേ ജലത്തിന്റെ അടിയിലൂടെ പോയിരുന്നാലേ രക്ഷയുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. 28 ആദ്യമായിട്ട് ദീപം തെളിയിച്ചു, ലാലാ ലജ്പത് റോയ് മരണപ്പെട്ട വർഷം. പിന്നെ അതിൽ നിന്ന് ഒരു 8 കൂട്ടിയാൽ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പേ നടന്നത് 1936. അപ്പോൾ ദീപവും തെളിയിച്ചുകൊണ്ട് അത്ലറ്റ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് ദീപശിഖ റിലേ നടന്ന വർഷം. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കോൾ ചെയ്യും, അതാണ് കാൾ ഡിയം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദീപശിഖ റിലേ നടത്തിയത്. എങ്കിൽ ജലത്തിനടിയിലൂടെ പോകുന്നത് 2000 ലോകാവസാനം. അങ്ങനെ ഓർത്താൽ മതി. സഡൻ ആയിട്ട് ഇവർ ജലത്തിനടിയിലൂടെ പോകും. ഗ്രേറ്റ് ബാരിയറും തീർത്തു എന്നാണ് പറഞ്ഞത്. സഡൻ എന്നാൽ സിഡ്നി, 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് വഴിയാണ് ഇത് നടത്തിയെന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് കുറച്ച് 8ന്റെ പണികളാണ് എന്ന് ഓർത്തോളൂ. ഒളിമ്പിക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 വർഷം 8ന്റെ പണികൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്യാം. അങ്ങനെ ആദ്യമായിട്ട് 8ന്റെ അല്ല 8ന്റെ സ്ക്വയർ പണി കിട്ടുന്നത് നമ്മുടെ ഏഷ്യയിൽ വെച്ചിട്ട് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നപ്പോഴാണ് എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. ഏഷ്യയിൽ വെച്ച് ടോക്ക് ചെയ്താൽ 8ന്റെ പണി കിട്ടും. 8ന്റെ അല്ല 8ന്റെ സ്ക്വയർ പണി കിട്ടും. അതാണ് കോഡ്. അപ്പോ ഏഷ്യ ടോക്ക് 8ന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. 8ന്റെ സ്ക്വയർ 64 അല്ലേ? യെസ്, 1964 ഏഷ്യയിലെ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. ഏഷ്യയിൽ വെച്ച് ടോക്കിയാൽ സംസാരിച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നടന്നത് ടോക്കിയോയാണ്, ജപ്പാന്റെ തലസ്ഥാനമാണ്. അപ്പോ ഒളിമ്പിക്സ് 8ന്റെ സ്ക്വയർ പണി എന്നാണ് പറഞ്ഞത്. 64 ഏഷ്യയിൽ ടോക്കിയാൽ ഏഷ്യ ടോക്കിയോ. എങ്കിൽ ഏഷ്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് നടന്നിട്ടുള്ളതും ആദ്യമായിട്ട് നടന്ന ഈ ടോക്കിയോയിൽ തന്നെയാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദീപശിഖ യാത്ര റാലി എത്തിയിട്ടുള്ളതും ഇതേ വർഷം തന്നെയാണ്. കാരണം ഏഷ്യയിൽ നടത്തുമ്പോഴല്ലേ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലും വരത്തുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 1964 അങ്ങനെയും കണക്ട് ചെയ്തോളൂ. എങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ പണി കിട്ടുകയാണ്. അത് 1968 അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത്. ആദ്യം തന്നെ ഒരു 8 ഉണ്ട്. അപ്പോഴും 8ന്റെ പണി കിട്ടി. ഇത്തവണ 8ന്റെ പണി കിട്ടിയിട്ടുള്ളത് അത്ലറ്റ്സിനാണ് എന്ന് ഓർത്തോളൂ. ആദ്യമായിട്ട് ഉത്തേജന മരുന്ന് പരിശോധന നടത്തുന്നത് ഇവിടെയാണ്. ഡോപ്പ് ടെസ്റ്റ് അല്ലേ? ഈ അത്ലറ്റ്സ് വന്നിട്ട് ഉത്തേജക മരുന്ന് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് എടുത്ത് നോക്കി ആദ്യമായിട്ട്. അങ്ങനെ പിടിക്കപ്പെട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ഹാൻസ് ഗണ്ണർ ലിജൻവാൾ എന്ന് ഓർത്തോളൂ. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. അദ്ദേഹം വെച്ച ഉത്തേജക മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡ്സ് ആണ്. ഹാൻഡ്സ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഹാൻഡ്സ് വെച്ചു. പിന്നെ ഒരു പ്രൊട്ടക്ഷന് ഗണ്ണും ഉണ്ടായിരുന്നു, വാളും ഉണ്ടായിരുന്നു. അതാണ് ഹാൻസ് ഗണ്ണർ ലിജൻവാള് എന്ന് ഓർത്തോളൂ. അങ്ങനെ അദ്ദേഹമാണ് ആദ്യമായിട്ട് പിടിക്കപ്പെട്ടത്. അത് 1968 അദ്ദേഹത്തിന് 8ന്റെ പണി കിട്ടിയത്. എങ്കിൽ 1972 ഒളിമ്പിക്സിന്റെ ആദ്യത്തെ ഭാഗ്യ ചിഹ്നമായിട്ടുള്ള വാൾഡി എന്ന ഡാഷ് ഖണ്ഡ് നായയെ ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചത്. ഒളിമ്പിക്സിന്റെ മോസ്കോട്ടാണ്.
അപ്പോ 1972 ഭാഗ്യചിഹ്നം വന്നു. അത് തീർത്തും ഭാഗ്യകരം അല്ലായിരുന്നു എന്നും ഓർത്തോളൂ. കാരണം ഇതേ വർഷമാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന ഇസ്രായേലി അത്ലറ്റുകളുടെ കൂട്ടക്കുരുതിയും നടന്നത് എന്ന് ഓർത്തോളൂ. അപ്പൊ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഭാഗ്യചിഹ്നം വന്നപ്പോഴത്തേക്കും ഇസ്രായേലി അത്ലറ്റ്സിന്റെ കൂട്ടക്കൊലയും നടന്നു. അത് ബ്ലാക്ക് സെപ്റ്റംബർ. അപ്പോ ഭാഗ്യചിഹ്നം തീർത്തും ഭാഗ്യം അല്ല എന്നും ഓർത്തോളൂ. 64 ഏഷ്യയിൽ വെച്ച് ടോക്കിയപ്പോഴത്തേക്കാണ് ആദ്യത്തെ പണി തുടങ്ങിയത്. 8ന്റെ സ്ക്വയർ 64. പിന്നെ 68 അത്ലറ്റിനാണ് പണി കിട്ടിയത്, ഉത്തേജന മരുന്ന് പൊക്കിയപ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒളിമ്പിക്സ് വരുന്നത് 72 ഭാഗ്യചിഹ്നം വന്നപ്പോഴത്തേക്കും കൂട്ടക്കൊലയും നടന്നു. ഇത് പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ PLO ഇസ്രായേലിൽ നിന്നുള്ള 11 അത്ലറ്റ്സുകളെ വന്നിട്ട് കൊന്നുകളഞ്ഞു. ആദ്യം 2 പേരെ കൊന്നിട്ട് 9 പേരെ പിടിച്ചിട്ട് പോയി. എന്നിട്ട് അവിടുന്ന് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് 200 പേരെ വന്നിട്ട് പ്രിസണേഴ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് 18 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ 9 പേരെയും കൊല്ലുകയായിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ്, അല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉഗ്രകോപം എന്നറിയപ്പെടുന്ന ഓപ്പറേഷൻ. അതിലൂടെ ഇത് കണ്ടക്ട് ചെയ്ത കുറച്ച് നേതാക്കന്മാരെയൊക്കെ അവർ കൊല്ലുന്നുണ്ട്. ആള് മാറിയും കൊല്ലുന്നുണ്ട്. അത് നമുക്ക് പിന്നെ വേറൊരു ടോപ്പിക്കിൽ നോക്കാം. അപ്പോ ഇതേ തുടർന്നിട്ട് സ്റ്റീഫൻ സ്പിൽബർഗ് വന്നിട്ട് സിനിമയും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് മ്യൂണിക് എന്നാണ്. ഈ ഒളിമ്പിക്സ് നടന്ന അതേ സ്ഥലത്തിന്റെ പേര് മ്യൂണിക്. അപ്പോ ഇത്രയും കാര്യം ഓർക്കുക. 1972 ഭാഗ്യചിഹ്നം വന്നപ്പോഴത്തേക്കും ദൗർഭാഗ്യകരമായിട്ടുള്ള കൂട്ടക്കൊലയും നടന്നു എന്ന് ഓർക്കൂ. എങ്കിൽ വനിതകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഒളിമ്പിക്സ് ഏത് എന്ന് ചോദിച്ചാൽ 1900 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഈ 2-0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളുടെ തലയാണ് എന്ന് ഓർത്തോളൂ. അതും പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ സിറ്റിയാണ്. അവിടുത്തെ ഫാഷൻ കണ്ട് വനിതകൾ അങ്ങോട്ട് പോയി. ഈ 2-0 വനിതകളുടെ തലയാണ്. അപ്പൊ ഈ തല കണ്ടിട്ട് കുറച്ച് പേർ പിറകെ പോയി. ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടീഷുകാരുടെ ടീമുണ്ട്, അവര് പിറകെ പോയി. പിന്നെ ഫുട്ബോൾ കളിക്കാരും ക്രിക്കറ്റ് കളിക്കാരും ഇത് കണ്ടിട്ട് പിറകെ പോയി എന്ന് ഓർത്തോളൂ. യെസ്, ഒളിമ്പിക്സിലെ ടീമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ആണ്. അത് 1900 മോഡേൺ ഒളിമ്പിക്സിലാണ്. എങ്കിൽ ക്രിക്കറ്റും ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് 1900 പിന്നെ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ ഔദ്യോഗിക ടീമല്ല, ഇന്ത്യയിൽ നിന്നും ഒരു ടീം പങ്കെടുക്കുന്നതും 1900 അപ്പൊ 2 തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളെ കണ്ടപ്പോഴത്തേക്കും ഇന്ത്യ, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവര് പിറകെ പോയി. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിക്കും. ഫാഷൻ സിറ്റിയിലാണ് നടന്നത്. യെസ്, പാരീസ്. എങ്കിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചാർലറ്റെ കൂപ്പർ. ചാർലറ്റെ കൂപ്പർ ആണ്. അവരെങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ അല്ലേ, ആദ്യമായിട്ട് മെഡൽ നേടിയ വനിതയല്ലേ എന്നല്ലേ പറയുന്നത്. അപ്പോ ഇൻഡിവിജ്വൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർലറ്റെ കൂപ്പർ ആണ്. സൂപ്പർ അല്ലേ, ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയതാണ്. എങ്കിൽ ജിംനാസ്റ്റിക്കിൽ പെർഫെക്റ്റ് 10 നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയും ആര് എന്ന് ചോദിക്കും. അവരാണ് നാദിയ കൊമനേച്ചി ആണ്. നാദിയ കൊമനേച്ചി 1976 മോൺട്രിയൽ ഒളിമ്പിക്സിലാണ്. 1972 ബ്ലാക്ക് സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഡെസ്പായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ആ വിഷമം മാറാനായിട്ട് അടുത്ത ഒളിമ്പിക്സിൽ അവർ പെർഫെക്റ്റ് 10 ജിംനാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് അഭ്യാസം കാണിക്കുന്നതല്ലേ, അതിലൂടെ പെർഫെക്റ്റ് 10 നടത്തി എല്ലാവരെയും അമ്പരപ്പിച്ച് ആ വിഷമത്തിന് ചെറിയൊരു ആശ്വാസം കൊടുത്തു. അതാണ് നാദിയ കൊമനേച്ചി. ഓക്കെ, ഈ പെർഫെക്റ്റ് 10 ഒക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഇളവി മറിയണമല്ലേ, അത് കഴിയുമ്പോഴത്തേക്കും ചുമയ്ക്കും. അതാണ് നാദിയ കൊമനേച്ചി. അങ്ങനെ ഓർത്താൽ മതി. അപ്പോ അവരാണ് പ്ലാസ്റ്റിക് ഗേൾ എന്ന് അറിയപ്പെടുന്നതും നാദിയ കൊമനേച്ചിയാണ്. കാരണം പ്ലാസ്റ്റിക് പോലുള്ള ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്തോളൂ. പ്ലാസ്റ്റിക് നദിയിൽ ഇട്ടാൽ വിവരം അറിയില്ലേ, അങ്ങനെ ഓർത്താലും മതി. പ്ലാസ്റ്റിക് ഗേള് നാദിയ കൊമനേച്ചി. എങ്കിൽ പെർഫെക്റ്റ് 10 നേടിയിട്ടുള്ള ആദ്യത്തെ മാൻ ആര് എന്ന് ചോദിക്കും. അതാണ് അലക്സാണ്ടർ ഡിക്യാറ്റിൻ. നല്ല ഡയറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മാൻ ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് 10 നേടാൻ പറ്റൂ. അപ്പൊ പെർഫെക്റ്റ് 10 നേടിയ ആദ്യത്തെ വനിത പ്ലാസ്റ്റിക് പേരിലുള്ള നാദിയ കൊമനേച്ചിയാണ്. മാൻ ആണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ഉള്ള അലക്സാണ്ടർ ഡിക്യാറ്റിൻ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒളിമ്പിക്സിന്റെ വേദിയായിട്ടുള്ളത് എവിടെയെന്ന് ചോദിക്കും. അത് ലണ്ടനാണ്. ലണ്ടനിൽ മണ്ടന്മാരില്ല, അതുകൊണ്ട് ഒളിമ്പിക്സ് നടത്താൻ സേഫ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ നമ്മൾ പറഞ്ഞു 1900 ആദ്യമായിട്ട് വനിതകൾ പങ്കെടുത്തത്. 2-0 എന്ന് പറഞ്ഞാൽ 2 വനിതകളുടെ തല എന്ന് ഓർത്താൽ മതി. എങ്കിൽ പൂർണ്ണമായും എല്ലാ അത്ലറ്റിക് ഇനങ്ങളിലും വനിതകൾ പങ്കെടുക്കുന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. അപ്പോഴും ലണ്ടനിൽ മണ്ടന്മാരില്ല വനിതകൾ, അതുകൊണ്ട് എല്ലാ ഇനങ്ങളിലും പങ്കെടുത്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ അതേ 2012 ഓസ്കാർ പിസ്റ്റോറിയസ് വന്നിട്ട് മെഡൽ നേടുന്നത്. അദ്ദേഹം ഒരു അത്ഭുതമാണ്. കാരണം 2 കാലും ഇല്ലാതെ വെച്ചിട്ടാണ്
അദ്ദേഹം ഓടിയത്. അതുകൊണ്ട് തന്നെ ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്നതും ഓസ്കാർ ആണ്. കാരണം രണ്ട് കാലുമില്ലാതെ വൈപ്പ് കാല് വെച്ചിട്ട് ഓടുമ്പോഴത്തേക്കും ബ്ലേഡ് പോലെ വേദനിക്കുമല്ലേ കാലൊക്കെ, അങ്ങനെ ഓർത്താലും മതി. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് ഓസ്കാർ പിസ്റ്റോറിയസ് എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിസ്റ്റലും ഉണ്ട്. ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണെന്ന് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ കാമുകിയെ അദ്ദേഹം വന്നിട്ട് പിസ്റ്റൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്നു. എന്നിട്ട് പോലീസ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല, പുറത്തുനിന്ന് കുറച്ചുപേരെ ഒന്ന് ആക്രമിച്ചാണ് അവരെ കൊന്നതെന്ന് വന്നിട്ട് ഓസ്കാർ ആക്ടിംഗും പറഞ്ഞു. പക്ഷെ കാര്യമില്ല, അദ്ദേഹത്തെ ഒന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നും ഓർത്തോളൂ. അപ്പൊ ഓസ്കാർ പിസ്റ്റോറിയസ് 2012 ലണ്ടനാണ്. അതേ വർഷം തന്നെയാണ് എല്ലാ ഇനങ്ങളിലും വനിതകൾ പങ്കെടുത്തത്. ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ട് ഒളിമ്പിക്സിന്റെ വേദിയായിട്ടുള്ളത്. എങ്കിൽ ഏഷ്യയിലാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് 8ന്റെ സ്ക്വയർ പണിയിട്ടത് 64 ഏഷ്യയിൽ ടോക്കിയോയിൽ എന്നാണ് പറഞ്ഞത്. ടോക്കിയോയിലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വേദിയായിട്ടുള്ളത്. എങ്കിൽ തുടരെ 2 പ്രാവശ്യം വന്നിട്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ടെന്നീസിൽ നിന്നുള്ള വ്യക്തിയാണ് ആൻഡി മുറെ. മുറയ്ക്ക് 2 പ്രാവശ്യം ടെന്നീസിൽ നിന്നും അദ്ദേഹം ഗോൾഡ് നേടി എന്നും ഓർത്തോളൂ. എങ്കിൽ ഒളിമ്പിക്സിന്റെ പരേഡിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിക്കും. ഒളിമ്പിക്സ് ഏറ്റവും ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് എവിടെയാണ്? ഗ്രീസ്. അപ്പോ ഗ്രീസ് ആണ് മുന്നില്. എങ്കിൽ ഏറ്റവും പിന്നിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യവുമായിരിക്കും. കാരണം ഏറ്റവും അവസാനം നടക്കുന്നത് വന്നിട്ട് ആ രാജ്യത്തായിരിക്കും. അപ്പോൾ ഒളിമ്പിക്സിന്റെ ഏറ്റവും പിന്നിൽ നിൽക്കേണ്ടതും ആ രാജ്യമാണ് എന്ന് കോഡിലൂടെ കണക്ട് ചെയ്ത് വെച്ച് ഓർത്തോളൂ. എങ്കിൽ ഏഷ്യയിൽ നിന്നും ഒരു ഔദ്യോഗിക ടീമായിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1912 ജപ്പാൻ ആണ് എന്നും ഓർത്തോളൂ. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ടീമൊന്നുമല്ല. ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രിട്ടീഷുകാരൊക്കെ പോയാണ്. ഔദ്യോഗികമായിട്ട് ഒരു ടീമായിട്ട് ഇറക്കിയത് ജപ്പാനാണ്. അപ്പൊ എല്ലാരും പറയും ആള് ജപ്പാനാണ് കേട്ടോ, ഏഷ്യയിലുള്ള എല്ലാരും പറയുന്ന ഓർത്തോളൂ. അത് ടൈറ്റാനിക് മറിഞ്ഞ് അടുത്ത വർഷമാണ് ഏഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു രാജ്യം, അല്ലെന്നുണ്ടെങ്കിൽ ജപ്പാൻ രാജപ്പൻ എന്ന് ഓർത്താലും മതി, ജപ്പാൻ ഔദ്യോഗിക ടീമുമായിട്ട് പോകുന്നത് അത് സ്റ്റോക്ക് ഹോം ഒളിമ്പിക്സ് ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയായിട്ടുള്ള ഐറ്റം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസ് വാക്കിംഗ് ആണ്. 50 കിലോമീറ്റർ ആണ്. മാരത്തോണ് 42 കിലോമീറ്ററേ ഉള്ളൂ. റൗണ്ട് ചെയ്ത് 43, 42 എന്നൊക്കെ പറയാം. എങ്കിൽ റേസ് വാക്കിംഗ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയത്. 50 കിലോമീറ്റർ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്കിൾ ഫിലിപ്സ് ആണ്. 28 മെഡലാണ്. അതിൽ 23 സ്വർണ്ണമായിരുന്നു എന്നും ഓർത്തോളൂ. മൈക്കിള് ഫീൽ ചെയ്ത് നീന്തിയാണ് അങ്ങനെ നേടിയത്. അതാണ് മൈക്കിൾ ഫിലിപ്സ്. നീന്തൽ കുളത്തിലെ സ്വർണ്ണ മത്സ്യം എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫിലിപ്സ് ആണ്. കാരണം ഇത്രയും മെഡൽ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിൽ ഫ്ലൈയിങ് ഫിന്ന് എന്ന് പറയുന്നത് പാവോ നുർമിയാണ്. ഫ്ലൈയിങ് മീന് എന്നോർത്തോളൂ. ഫ്ലൈയിങ് മീന് പാവം മീന്, അതാണ് പാവോ നുർമി ഫ്ലൈയിങ് ഫിന്ന്. എങ്കിൽ ഫ്ലൈയിങ് ഹൗസ് വൈഫ് ആരുടെ നിക്നെയിം ആണ് എന്ന് ചോദിക്കും. അത് ഫാനി ബ്ലാങ്കേഴ്സ് ആണ് എന്ന് ഓർത്തോളൂ. ഫ്ലൈയിങ് ഹൗസ് വൈഫ് ഫാനും ബ്ലാങ്കറ്റും ഒക്കെ ഫ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. ഫ്ലൈയിങ് ഹൗസ് വൈഫ് ഫാനി ബ്ലാങ്കേഴ്സ്. എങ്കിൽ ഫ്ലൈയിങ് ഫിന്ന് പാവം മീന് എന്ന് ഓർത്താൽ മതി. എങ്കിൽ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയിട്ടുള്ള ഗോൾ നേടിയിട്ടുള്ള ആര് എന്ന് ചോദിക്കും. അത് നെയ്മർ ആണ്. 2016 ബ്രസീലിൽ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ടുള്ള ഒളിമ്പിക്സിൽ തന്നെയാണ്. നെയ്മീനും കഴിച്ചിട്ടാണ് അദ്ദേഹം അന്ന് വന്നത്. അതാണ് നെയ്മർ ഫാസ്റ്റസ്റ്റ് ഗോള്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ഒളിമ്പിക്സിൽ അവസാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള മത്സര ഇനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡാൻസിംഗ് ആണ്. അതിന്റെ ഒഫീഷ്യൽ നെയിം ബ്രേക്കിംഗ് എന്ന് ഓർത്തോളൂ. ബ്രേക്ക് ഡാൻസിംഗ് മൈക്കിൾ ജാക്സന്റെ ഐറ്റം ആണ് എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. 2024 പാരീസ് ഒളിമ്പിക്സിലാണ് ഉൾപ്പെടുത്തിയത്. 2024 ഫാഷൻ സിറ്റിയിൽ വെച്ചാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച് ആയിട്ടാണ് ആൾക്കാരെ അതില് കയറ്റുന്നത് എന്നും ഓർത്തോളൂ. എങ്കിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഗോൾഡൻ മെഡൽ ഒളിമ്പിക്സ് നേടിയിട്ടുള്ള ഇന്ത്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള വനിത ഇന്ദിരാഗാന്ധി. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി നൽകുന്നതുകൊണ്ട് തന്നെ അത് അത്ലറ്റിനല്ല കൊടുത്തത്, പ്രധാനമന്ത്രിയായ ആദ്യ വനിതയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്കാണ് കൊടുത്തതെന്നും ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യക്കാരനാര് എന്ന് ചോദിച്ചാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം തൊട്ടടുത്ത് കിടക്കുന്ന ഒളിമ്പിക്സ് 1952 അപ്പോൾ തന്നെ നേടിയ KD ജാദവ് ആണ്. അദ്ദേഹം റെസ്ലർ ആണ്. KD എന്നാൽ KD എന്ന് ഓർത്താൽ മതി. കോർഡിനേറ്റ് പറയുന്നത് റെസ്ലർ ആണ്. അദ്ദേഹം ബ്രോൺസ് ആണ് നേടിയെന്നും ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നേടിയത്, ഇന്ത്യ ആദ്യമായിട്ട് ഒഫീഷ്യൽ അല്ലാതെ പങ്കെടുത്ത 1900 എന്നാണ് പറഞ്ഞത്. അപ്പൊ നോർമൻ പ്രിച്ചാർഡ്, അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നില്ല. 2 വെള്ളിയാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം പ്രിച്ചാർഡ് ചാടിയാണ് നേടിയെന്നും ഓർത്തോളൂ. 1 അദ്ദേഹം ഹഡിൽസിനാണ് നേടിയത്. 200 മീറ്റർ സ്പ്രിന്റിനാണ് നേടിയത്. അപ്പൊ ചാടി നേടി. അത് നോർമൻ പ്രിച്ചാർഡ്. എന്നാൽ ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് നേടിയത് അദ്ദേഹം ഒരു KD ആണ്, റെസ്ലർ ആണ് എന്ന് കോർഡിനേറ്റ് ഓർക്കാനാണ് പറഞ്ഞത്. KD ജാദവ് റെസ്ലിംഗ് ബ്രോൺസിനാണ് നേടിയിട്ടുള്ളത്. എങ്കിൽ ആദ്യമായിട്ട് മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യയിലെ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മല്ലത്തിയാണ് എന്നോർത്തോളൂ. കർണം മല്ലേശ്വരി 2000 നേടിയത്. കാരണം 2000 ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്തുള്ള ഒളിമ്പിക്സ് ആണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ആ മല്ലത്തി ഇന്ത്യക്ക് വേണ്ടി നേടി എന്ന് ഓർത്താൽ മതി. എങ്കിൽ ആദ്യത്തെ ഗോൾഡ് നേടിയിട്ടുള്ളത് 2008 10 മീറ്റർ എയർ റൈഫിളില് അഭിനവ് ബിന്ദ്രയാണ്. അദ്ദേഹം വെടിവെച്ചിട്ടു എന്ന് ഓർത്തോളൂ. ഇന്ത്യക്ക് വേണ്ടി ബിന്ദ്ര ആദ്യമായിട്ട്
ഗോൾഡ് മെഡൽ നേടി. എങ്കിൽ ആദ്യമായിട്ട് എന്താണ് ഫസ്റ്റ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഗോൾഡ് നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ്. ചോപ്ര ഷൂ എന്ന് പറഞ്ഞ് ജാവലിൻ ത്രോ എറിഞ്ഞ് ആദ്യമായിട്ട് ഗോൾഡ് നേടി. അത് 2020 നീരജ് ചോപ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മെഡൽ നേടുന്ന 2 മെഡൽ നേടുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പോർട്സിലെ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനു ബേക്കർ ആണ്. 10 മീറ്റർ എയർ റൈഫിളിൽ അദ്ദേഹം വന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടും പിന്നെ ടീമായിട്ടും മത്സരിച്ചാണ് 2 മെഡൽ നേടി. ഷൂട്ടിംഗ് ആണ് എന്ന് ഓർത്തോളൂ. മനു ബേക്കർ മനു ടേക്ക് ചെയ്തു 2 മെഡൽ എന്ന് ഓർത്താൽ മതി. എങ്കിൽ ഇന്ത്യ ഹോക്കിയിൽ വിജയിച്ചിട്ടുള്ളത് ഏതൊക്കെ വർഷമാണ് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. 1928 ലാലാ ലജ്പത് റോയ് മരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ദീപം കൊളുത്തിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ വർഷം അദ്ദേഹത്തിന് വേണ്ടി ഹോക്കി ടീം ആദ്യത്തെ ഗോൾഡ് മേടിച്ചു തുടങ്ങി. അവിടെ നിന്ന് ആദ്യം ഒരു ഹാട്രിക് അടിക്കും 1928, 32, 36. പിന്നെ വന്നിട്ട് 40-നും 44-നും നടന്നിട്ടില്ല. കാരണം 2ാം ലോക മഹായുദ്ധം നടക്കുന്ന 1939-ലും 45-ലുമാണ്. അപ്പൊ അതിനിടയ്ക്കാണ് 40, 44 വരുന്നത്. അപ്പോഴും നടന്നിട്ടില്ല. 1ാം ലോക മഹായുദ്ധം നടന്നപ്പോൾ 1916-ലും നടന്നിട്ടില്ല. ഈ 3 വർഷങ്ങളിലാണ് ഒളിമ്പിക്സ് നടക്കാത്തത്. അപ്പൊ 28, 32, 36 ഒരു ഹാട്രിക് അടിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒളിമ്പിക്സ് വരുന്നത് എപ്പോഴാണ്? 48, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴും ഒരു ഹാട്രിക് അടിക്കും 48, 52, 56. പിന്നെ അതിനുശേഷം ഒരു ഗ്യാപ്പ് കൊടുക്കും. പിന്നെ ആദ്യമായിട്ട് ഏഷ്യയിൽ വരുന്നത് 8ന്റെ പണി 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1964. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. 1964 അടുത്ത് വീണ്ടും ഒരു ഗോൾഡ് അടിക്കുന്നത്. പിന്നെ 16 വർഷം കഴിഞ്ഞ് 1980-ലും ഗോൾഡ് അടിക്കും. അപ്പൊ ആദ്യത്തെ ഹാർട്ടിക്ക് തുടങ്ങുന്നത് ദീപം കൊളുത്തിയപ്പോ 28, 32, 36. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് 48, 52, 56. പിന്നെ ഏഷ്യയിൽ വെച്ചിട്ട് 64, പിന്നെ 80. ഇത്രയും കാലത്തിലാണ് ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡൽ ഇന്ത്യൻ ടീം നേടുന്നത്. 2024 പാരീസിൽ വെച്ചിട്ട് ഒരു ബ്രൗൺസും നേടി എന്ന് ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. അത് മാത്രമല്ല ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കോഡൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യൂ. ഉറപ്പാണ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് പോകത്തില്ല. അപ്പൊ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിരുന്നാലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.